ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടി പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 200 മീറ്റർ മാത്രം അകലെയായി 5 സെൻറ്റ് സ്ഥലവും 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഒരു യൂട്ടിലിറ്റി സ്പേസോട് കൂടി വരുന്ന 85 ലക്ഷം രൂപ ഓണർ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന റോഡെന്ന് പറയുന്നത് 4 മീറ്റർ നല്ല വിട്ടായിട്ടുള്ള നല്ല റോഡാണ്. കൂടാതെ നമുക്കത് നൽകിയിരിക്കുന്ന ഇൻ്റർലോക്ക് കട്ടകളാണ്. വീടിൻ്റെ ദർശനം വരുന്നത് നമുക്ക് കിഴക്കോട്ടാണ്. കൂടാതെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2300 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. കൂടാതെ 5 സെൻറ്റ് സ്ഥലവും നമുക്ക് ഈ വീട്ടിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇവിടെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലുള്ള നല്ല ഗേറ്റാണ്. ഗേറ്റിന് നല്ല ഡിസൈൻ CNC കട്ടിങ്ങളൊക്കെ നൽകി നല്ല ഡിസൈനിലാണ് ഗേറ്റുകൾ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമ്മൾ ഇവിടെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് സുഖമായിട്ട് 2 വണ്ടികൾ ഈസിയായി പാർക്ക് ചെയ്യാം. 2-3 വണ്ടികൾ ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ പോർഷനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെ നല്ല SUV പോലുള്ള വലിയൊരു വാഹനം നിൽക്കാവുന്ന രീതിയിലുള്ള കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചും ഇവിടെ ലഭ്യമാണ്. കൂടാതെ നമുക്ക് അവിടെയും നമുക്ക് ഒരു ഈസിയായിട്ട് 1-2 വണ്ടികൾ ഈസിയായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. ജലലഭ്യതയ്ക്കായിട്ട് വരുന്നത് നല്ല വറ്റാത്തൊരു കിണറാണ്. നമുക്ക് ഇവിടെ അത് വടക്കേ കിഴക്കേ മൂലയിലേക്ക് മാറ്റി നല്ല ഭംഗിയാക്കി നമുക്കിവിടെ നൽകിയിരിക്കുന്നു. മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിന് വരുന്നത് നല്ല ഗ്രാനൈറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഫ്രണ്ട് ഡോറായിട്ട് വരുന്നത് ഡബിൾ പാളിയിൽ തീർത്ത ഡോറാണ് വരുന്നത്. അത് നല്ല ഡിസൈനൊക്കെ നൽകി ഈ ഡോറ് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് മരം വരുന്നത് നല്ല തേക്കിൻ്റെ മരമാണ് നമുക്ക് ഫ്രണ്ട് ഡോറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നല്ല വിശാലമായ ലിവിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല വലിയ സെറ്റ് പോലും ഇടാവുന്ന രീതിയിലുള്ള നല്ല വിശാലമായ ലിവിങ് സ്പേസാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ലിവിങ് സ്പേസ് നല്ല മനോഹരമാക്കുന്ന ഡിസൈനിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ ഭംഗിയാക്കി നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. കൂടാതെ നല്ല രീതിയിലുള്ള ഫാൾസികളും വർക്കുകളും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് ഏരിയ 5-6 പേർക്ക് ഈസി ആയിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ല വിശാലമായ ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഈ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല ഭംഗിയായിട്ടുള്ള TV യൂണിറ്റും നമുക്കിവിടെ നൽകിയിരിക്കുന്നു. നല്ല TV യൂണിറ്റിൻ്റെ ഇടയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളതാണ്. കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളും നമുക്ക് ഡൈനിങ് ഏരിയയിലും നല്ല ഇവിടെ നൽകിയിരിക്കുന്നു. ഡൈനിങ് ഏരിയയോട് ചേർന്ന് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ളതാണ്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല കിച്ചണിലേക്കാണ്. കിച്ചൺ 2 ഇതായിട്ടാണ് ഇവിടെ 2 പോർഷനായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നല്ല അടിയിലും മുകളിലും നല്ല 3 സ്റ്റെപ്പായിട്ട് നല്ല കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് ഇപ്പുറമായിട്ട് മാറി ഒരു ചെറിയ പോർഷനായിട്ടുള്ള രീതിയിൽ ഇവിടെയും നമുക്കിവിടെ കിച്ചൺ സൗകര്യം ലഭ്യമായിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. എന്നാലും നല്ല വലുപ്പത്തിലുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് മനോഹരമായ ഫാൾസിലും വർക്കുകളൊക്കെ ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂം നല്ല വലുപ്പമുള്ള രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ഒതുക്കി നല്ലൊരു വാഷ് ബേസിനും കൂടി നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിൽ തന്നെയുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള വലിയ വിഡ്ത്തിലും ലെങ്ത്തിലും ഒക്കെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്ക് ഫുൾ ലെങ്ത്തിലാണ് ഇവിടെ കബോർഡ് വർക്കുകൾ നൽകിയിരിക്കുന്നത്. കൂടാതെ ഫാൾസിലും വർക്കുകളും നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂമും നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒരു ചെറിയ വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്.
ഇവിടെ സൈഡിലേക്ക് മാറി സ്റ്റെപ്പിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് ആയിട്ടുള്ള ഇൻവെർട്ടറൊക്കെ വയ്ക്കാനുള്ള രീതിയിലുള്ള നല്ല സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ ലഭ്യമാക്കി നൽകിയിരിക്കുന്നു. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ വരുന്നത്. സ്റ്റെപ്പുകൾ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഗ്രാനൈറ്റ് സ്റ്റെപ്പിന് നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്കിവിടെ ഹാൻഡിൽ വർക്കുകളൊക്കെ നല്ല സ്റ്റീലിൻ്റെ നല്ല ഡിസൈനിലുള്ള ഹാൻഡിൽ വർക്കുകളും നമുക്കിവിടെ നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നല്ല അപ്പർ ലിവിങ് ഏരിയ, നല്ല രീതിയിലുള്ള അപ്പർ ലിവിങ് നല്ല വലുപ്പത്തിലുള്ള അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി മുകളിലും നല്ലൊരു TV യൂണിറ്റും നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ ഫാൾസിലും വർക്കുകളൊക്കെ ഈ അപ്പർ ലിവിങ് ഏരിയയിലും മനോഹരമാക്കി നൽകിയിരിക്കുന്നു. ഏരിയയിൽ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നമുക്കുള്ള സ്റ്റഡി ടേബിളും കുട്ടികൾക്ക് പഠിക്കാവുന്ന രീതിയിലുള്ള സ്റ്റഡി ടേബിളുകളും നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. പിന്നെ മുകളിലും നല്ല കബോർഡ് വർക്കുകളൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ മുകളിൽ നല്ല വലുപ്പത്തിലാണ് ഈ ബെഡ്റൂമും നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് ഈ ബെഡ്റൂമും നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ഈ ബെഡ്റൂമിനും നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂം നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഡിസൈനിലുള്ള കളർ കോമ്പിനേഷനുള്ള നല്ല ഡിസൈനിലുള്ള ടൈലുകളൊക്കെയാണ് ഈ ബാത്റൂമിന് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഒരു വാഷ് ബേസിനോട് കൂടി ഇവിടെ ലഭ്യമായിട്ടുണ്ട്. നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും നല്ല വലുപ്പത്തിലാണ് ഈ ബെഡ്റൂമും ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ഇവിടെയും നൽകിയിട്ടുണ്ട്. കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ഈ ബെഡ്റൂമിനും നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂമും അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഈ ബാത്റൂമും നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഒരു ചെറിയ വാഷ് ബേസിനും കൂടി ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഷീറ്റ് കൊണ്ടാണ് കവേർഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഇവിടെ വാഷ് ബേസിൻ വയ്ക്കാനുള്ള പ്രൊവിഷനൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും ഇവിടെ നിന്നാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി ഇവിടെ നൽകിയിരിക്കുന്നത് നല്ല ഗ്ലാസും ഹാൻഡിലുകളൊക്കെ നൽകി ബാൽക്കണിയും നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് അവിടെ സ്റ്റെപ്പായിട്ട് വേറെ സ്റ്റെപ്പിലും ഇവിടെയും നല്ലൊരു ബാൽക്കണി സ്പേസ് മാതിരി നമുക്ക് ഇവിടെയും ലഭ്യമായിട്ടുണ്ട്. അതിന് ഇവിടെ ഗ്ലാസും സ്റ്റീലുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 5 സെൻറ്റ് സ്ഥലവും 2300 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 85 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. ഈ പ്രോപ്പർട്ടിക്ക് നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതാണ്.